നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളോടെ നോക്കാം. എക്സാമ്പിൾ ഓഫ് 1. ഇവിടെ നമുക്ക് തന്നേക്കണ ഈ ഒരു ആംഗിൾ ഈ 10 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിൾ നമ്മളൊന്ന് ജോയിൻ ചെയ്യണം അല്ലേ? അപ്പൊ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസും ഇത് രണ്ടും ഈക്വൽ അല്ലേ മക്കളെ? കാരണം നമുക്ക് എന്ത് എഴുതാം? ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് എഴുതാം, റേഡിയസ് ആയതുകൊണ്ട്. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസലസ് ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? ഈ 10 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഐസോസലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒ ബി ആംഗിൾ ഇവിടെ ഏതാണ്? ഒ ബി എ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ആംഗിൾ ഒ എ ബി. കാരണം ഒ എ ബി എന്ന് പറയുന്നത് 10 ആയിരിക്കും. കാരണം ബേസ് ആംഗിൾ ആയതുകൊണ്ട് രണ്ടും സെയിം ആയിരിക്കും. ഇനി അതേ കേസ് തന്നെ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല. നോക്കിയത് ഇത് കണ്ടോ, ഈ രണ്ട് സൈഡും ഈക്വൽ അല്ലേ? അപ്പൊ ഒ സി ഈക്വൽ ടു ഒ എ ആണ്. അത് രണ്ടും ഒരു സർക്കിളിന്റെ സെയിം റേഡിയസ് ആണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് 2 എന്ന് കൊടുത്താൽ ആ 2 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ത് തന്നെയായിരിക്കും? ഐസോസലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 30 ആയിരിക്കും. കാരണം ബേസ് ആംഗിൾ രണ്ടും സെയിം ആണ്. അപ്പൊ ആംഗിൾ ഒ സി എ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഒ സി എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും, ബേസ് ആംഗിൾ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റീസൺ എഴുതാം, ബേസ് ആംഗിൾ ഓഫ് ദി ഐസോസലസ് ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഈ ഒരു രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ലേ ശരിക്കും എന്തെന്ന് പറയുന്ന ആംഗിളെ? അപ്പൊ നമുക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കാം? ഇവിടെ വരുന്ന 30 ഡിഗ്രി പ്ലസ് 10 ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ 40 ഡിഗ്രി വരും നമുക്ക്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് രണ്ടും സെയിം കോഡാണ് അല്ലേ? ഈ ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ അറ്റ് ദ എനി പോയിന്റ് ഓൺ ദ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈസ് ദ ഡബിൾ ദ, അല്ലെങ്കിൽ അതിന്റെ നേരെ ഹാഫ് ദ സെൻട്രൽ ആംഗിൾ എന്നാ പഠിച്ചേക്കണം. അതായത് ഈ ബിയും സി എന്ന് പറഞ്ഞാൽ സെയിം ആർക്ക്, അതിൽ നിന്ന് പോകുന്ന രണ്ട് കോഡുകളാണ് ബി എയും സി എയും. അപ്പൊ ആ രണ്ട് കോഡും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിളിന്റെ എത്ര വരും? ഡബിൾ വരും, ഇരട്ടി വരും അല്ലെ? അപ്പൊ ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആംഗിൾ 10ഉം 30ഉം എത്ര? 40 ഡിഗ്രി അല്ലേ നമുക്ക് കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 40ന്റെ ഇരട്ടി എത്ര വരും മക്കളെ? 80 ഡിഗ്രി വരും. അപ്പൊ 2 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി ആയിരിക്കും നമുക്ക് ഈ ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. ഇനി വീണ്ടും നിങ്ങൾ നോക്കിക്കേ, ഈ ഒ ബിയും ഒ സിയും എന്താ? സെയിം റൂള് തന്നെ നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒ ബി ആൻഡ് ഒ സി ആർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? ഐസോസലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് രണ്ടും, ഈ രണ്ട് ബേസും ഈ രണ്ട് ആംഗിളിനെ നമുക്കൊരു ഇതിനെ എക്സ് എന്നും ഇതിനെ വൈ എന്നും കൊടുത്താൽ, എക്സ് ഡിഗ്രി എന്നും ഇത് വൈ ഡിഗ്രി എന്നും കൊടുത്താൽ ഇതെന്തായിരിക്കും? ആ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് ആ രണ്ട് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് തന്നെ ഈ മൂന്നെന്ന് പറഞ്ഞ ട്രയാങ്കിളിനകത്ത് ഇതെന്തായിരിക്കും? ഈ 3 ആംഗിളും കൂടെ കൂട്ടുന്നത് 180 ആയിരിക്കും. അതായത് 80 പ്ലസ് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി എന്ന് പറയുന്നത് 180 വരും. അപ്പൊ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വരും. ഇനി നമുക്ക് എന്തറിയാം? ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ലേ? ബേസ് ആംഗിൾ അല്ലേ? therefore എക്സ് ഡിഗ്രി ഈക്വൽ ടു വൈ ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ പകുതി വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി വരും. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് 50 വരും, ഇത് 50 വരും. കാരണം വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ വരുന്ന മൂന്നാമത്തെ ട്രയാങ്കിളിനകത്ത് ടോട്ടൽ മെഷർമെന്റ് 180. അപ്പൊ 180 ഈ 80 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 100. ആ 100ന്റെ രണ്ടിന്റെയും പകുതി എടുത്താൽ മതി. അപ്പൊ ഇത് 50 വരും. ഈ ഒരു ആംഗിൾ എത്ര വരും? നമുക്ക് 50 വരും. അപ്പൊ 50 100 80 180 വരും. അപ്പൊ നമുക്ക് എല്ലാ ആംഗിളുമായി. ഇനി ഇതെല്ലാം ഒന്ന് ആംഗിൾസ് എല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് എഴുതാം. എല്ലാ ആംഗിളും ഒന്നുകൂടി എഴുതാം. ആംഗിൾ എ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി നമുക്ക് കിട്ടും. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 10ഉം 50ഉം കൂടെ കൂട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. ഇനി ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 13 പ്ലസ് 50 വരും. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 13 പ്ലസ് 50 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി വരും. അത് കിട്ടും. ഇനി നമുക്ക് ഈ ബി ഒ സിയിലെ എല്ലാ ആംഗിളും എഴുതാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ബി ഒ സി എന്ന് പറഞ്ഞ ആംഗിൾ എന്താ?
ബി ഒ സി എന്ന് പറയുമ്പോൾ 80 ഡിഗ്രി വരും. ഇനി ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രിയാണ് ബി ഒ സിയിലെ ഒരു ആംഗിൾ. എക്സ് ഡിഗ്രി സമ 50 ഡിഗ്രി വരും. ഇനി ഈ ബി ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ആംഗിൾ വൈ ഡിഗ്രിയാണ്. അപ്പം നമുക്ക് വൈ എന്ന് പറയുന്നത് വൈ ഡിഗ്രി എന്ന് പറയുന്നത് 50 ഡിഗ്രി വരും. അപ്പം നമുക്ക് ചോദിച്ചേക്കണ എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം ആംഗിൾസുമായി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരൊറ്റ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും ഏത് ആംഗിൾ വന്നാലും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും.